നമസ്കാരം. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് സ്പ്രിംഗ്ലർ വിവാദം. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുമുള്ള പൂർണ്ണമായ വിവരങ്ങൾ എല്ലാ സർക്കാർ ആശുപത്രിയിൽ നിന്നും പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നും കളക്ട് ചെയ്ത് അത് സ്പ്രിംഗ്ലറിന് കൈമാറിയ സംഭവമാണ് സ്പ്രിംഗ്ലർ വിവാദം. അത് ആദ്യം പുറത്തു കൊണ്ടത് രമേശ് ചെന്നിത്തലയാണെങ്കിൽ അതിന്റെ ഫുൾ വിവരങ്ങൾ ക്രൈമാണ് പുറത്തു കൊണ്ടുവന്നത്. ആ ഡാറ്റാസ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വഴിയാണ് വിദേശത്ത് അമേരിക്കയിലുള്ള കമ്പനിക്ക് കൈമാറിയത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ഇവിടെയുള്ള രോഗികളുടെ കോവിഡ് കാലത്ത് ഉള്ള രോഗികളുടെ, അതായത് കോവിഡ് കാലത്താണ് എല്ലാ രോഗികളുടെയും ഡാറ്റ അതാത് പ്രദേശത്ത് നിന്ന് ഓരോ വീട്ടിൽ കയറി ഇവിടെ കളക്ട് ചെയ്തിരുന്നത്. ആ കളക്ട് ചെയ്ത വിവരങ്ങളെല്ലാം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ വിറ്റത് സ്പ്രിംഗ്ലർ. അതുകൊണ്ട് ഗുണം എന്താണെന്ന് അറിയാം. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്. അപ്പൊ അവർക്കുള്ള ആവശ്യമായ ഓരോ രോഗികളെയും കണ്ടെത്തി അതാത് പ്രദേശത്ത് അതിനനുസരിച്ചുള്ള മരുന്നുകൾ കണ്ടെത്താൻ ഈ സ്പ്രിംഗ്ലർ എന്ത് ചെയ്യും? വലിയ മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയെ കച്ചവടം ചെയ്യും. ഇതിന് കോടിക്കണക്കിന് രൂപയാണ് പ്രതിഫലമായി അന്ന് കിട്ടിയിട്ടുള്ളതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ സ്വകാര്യ വ്യക്തിയുടെയും ഡാറ്റാസ്, അവരുടെ വാട്സപ്പ് നമ്പർ, അവരുടെ ആരോഗ്യ കാര്യങ്ങൾ, മറ്റു വിവരങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിക്ക് മറച്ചു വിറ്റു. അത് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഓഫീസാണ് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് സത്യം. അതായത് മോഷണം നടത്തുക എന്നുള്ളതാണ് ചെയ്തത്. ഒരു സ്വകാര്യത ലംഘിക്കുന്ന കാര്യങ്ങൾ, ഒരു പൗരന്റെ സ്വകാര്യത ലംഘിക്കുന്ന കാര്യങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഹൈക്കോടതി, സുപ്രീം കോടതി സുപ്രധാന വിധികൾ പറഞ്ഞിട്ടുണ്ട്. 2023 ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇത് ഭയങ്കര കുറ്റമാണ്. അങ്ങനെ ആവുമ്പോൾ പിണറായി വിജയൻ ഒന്നാം പ്രതിയായി തീരുമെന്ന് വേണം കരുതാൻ. കാരണം കേരളത്തിലെ സകല ജനങ്ങളുടെയും ഡാറ്റ വിവരങ്ങളാണ് ഇപ്പോൾ ചോർത്തി അത് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ മോഷണം നടത്തിയിരിക്കുന്നത്. മോഷണ കുറ്റത്തിന് പിണറായി അടക്കമുള്ള ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സൈബർ ക്രൈമിൽ ഇതിനെതിരെ ഒരു പരാതി വന്നിരിക്കുകയാണ്. എന്നാൽ ഇന്നേ വരെ പിണറായി വിജയനെതിരെ പരാതി വന്നാൽ പോലീസ് കേസെടുക്കില്ല. വീണ ജോർജിനെതിരെ പറ്റി വന്നാൽ കേസെടുക്കില്ല. അതേപോലെ പിണറായി വിജയനോട് ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് വന്നാൽ പോലീസ് കേസെടുക്കില്ല. കാരണം മുകളിൽ നിന്നുള്ള നിർദ്ദേശം അതാണ്, ഇവർക്കെതിരെ ഒന്നും കേസെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ ഞാൻ നേരത്തെ പരാതി കൊടുത്തിരുന്നു. എന്നെ കള്ളക്കേസിൽ കുടുക്കിയ കാര്യത്തിൽ തിരുവനന്തപുരത്ത് DGPക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. ആ DGPക്ക് പരാതി കൊടുത്ത മുഖ്യമന്ത്രിക്കും അതേപോലെ വീണ ജോർജിനും അതേപോലെ റിയാസിനുമെതിരെയാണ് പരാതി കൊടുത്തത്. ഇന്നേ വരെ 2 വർഷമായിട്ട് പരാതിയിൽ കേസെടുത്തിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ 2023 ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേരളത്തിലെ സകല ജനങ്ങളുടെയും വിവരങ്ങൾ കളക്ട് ചെയ്ത് സ്വകാര്യ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു PR വർക്കിന് വേണ്ടിയിട്ട്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് അവർ സമ്പാദിച്ചിട്ടുള്ളത്. ഇതിനാണ് എന്താ ചെയ്യുന്നത്? എന്നിട്ട് PRD വഴി ഗവൺമെന്റ് പരസ്യം ചെയ്യുന്ന ജനക്ഷേമപരമായ നേട്ടങ്ങളിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതുപോലെയുള്ള കേരള ഗവൺമെന്റ് നേട്ടങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് വ്യാജമായ ഉൽപ്പന്നങ്ങൾ ഇത് വാട്സപ്പിലേക്ക്, ഓരോ പൗരന്റെയും വാട്സപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1.5 കോടിയോളം ജനങ്ങളിലേക്ക് ഈ വാട്സപ്പ് സന്ദേശങ്ങൾ ഗവൺമെന്റ് ഈ ഏജൻസി വഴി അയച്ചിരിക്കുകയാണ്. ഇത് നിർബന്ധമായും ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രീ VD സതീശൻ ഇന്ന് അവരുടെ പുതുയുഗ യാത്രയിൽ വളരെ ഗൗരവമായ ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യമാണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ മോഷണ കുറ്റത്തിന് പിണറായിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓരോ സാധാരണ പൗരന്റെയും അവകാശമാണ്, ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് ഇതെല്ലാം സംരക്ഷിക്കുക എന്ന് പറയുന്നത്. മുമ്പ് അദ്ദേഹം യാത്ര നടത്തിയപ്പോൾ ആ സമയത്ത് അതിന് പ്രതിഷേധിച്ചതിന്, അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ പ്രതിഷേധിച്ചതിന് തല അടിച്ചു പൊട്ടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സുരക്ഷ നടത്തിയതാണ് എന്നാണ്. സുരക്ഷ നടത്തുകയാണ് ആളുകളുടെ തല പൊട്ടിച്ചിട്ട്. ഇതേപോലെ ഇപ്പോൾ പിണറായി വിജയൻ ജനങ്ങളുടെ സ്വകാര്യതയ കടന്നു കയറി അവരുടെ സ്വകാര്യ ഡാറ്റകൾ പ്രൈവറ്റ് കമ്പനിക്ക് മറച്ചു വിറ്റിരിക്കുകയാണ്, മോഷണം നടത്തിയിരിക്കുകയാണ്. ഇത് മോഷണമാണ്. കൃത്യമായി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പെരുങ്കള്ളനായ പിണറായി വിജയൻ സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ അടക്കം ഡാറ്റാസ് മോഷണം നടത്തിയിരിക്കുന്നു. അത് പ്രൈവറ്റ് കമ്പനിക്ക് വിറ്റിരിക്കുന്നു. അതിലൂടെ കോടികൾ സമ്പാദിച്ചിരിക്കുന്നു. അതോടൊപ്പം ആ പ്രൈവറ്റ് കമ്പനി വഴി അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഈ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓരോ വീട്ടിലും ഓരോ ആളുകളിലേക്ക് എത്തുന്ന രൂപത്തിലാണ് പോസ്റ്റ് എത്തുന്നത്. ഇത് ഗുരുതരമായ തെറ്റാണ്. സ്പ്രിംഗ്ലറിൽ പിണറായി വിജയൻ എന്തുമാത്രം കോടികൾ സമ്പാദിച്ചിട്ടുണ്ടോ അതേപോലെ ഒരു തട്ടിപ്പാണ് ഇവിടെയും അരങ്ങേറുന്നത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.
തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങളെ മുഴുവൻ ഈ ഗവൺമെന്റ് ഉപയോഗിക്കുകയാണ്. ഏറ്റവും അവസാനം പുറത്തു വന്നത് ഡാറ്റ മോഷണമാണ്. ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്ന സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഡാറ്റ മോഷണം നടത്തിയിരിക്കുന്നത്. ഡാറ്റ മോഷണം പാടില്ല എന്ന് ഹൈക്കോടതി വിധിയുണ്ട്, നിയമങ്ങളുണ്ട്. ഒരാളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അയാളുടെ അനുവാദമില്ലാതെ പുറത്തു കൊടുക്കാൻ പാടില്ല. അപ്പൊ സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സോഷ്യൽ മീഡിയ വിഭാഗം എങ്ങനെയാണ് ഈ ഡാറ്റ മോഷണം നടത്തിയത്, അവർക്കെതിരായി കേസെടുത്ത് അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് ചെയ്ത സംവിധാനത്തിനെതിരെ ഡേറ്റ മോഷണമാണ്. ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പോവാണ്.